പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സമൂഹ മാധ്യമത്തിലൂടെ ഇസ്ലാമിനെ പരിഹസിച്ചതിന് മലയാളി യുവാവ് കുവൈറ്റിൽ അറസ്റ്റിലായിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മുസ്ലിം ആരാധനയെ പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതിന് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി അനീഷ് ധർമ്മരാജിനെയാണ് കഴിഞ്ഞ ദിവസം ഫഹാഹിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് സഭ്യമല്ലാത്ത ഭാഷയിൽ അനീഷ് ധർമ്മരാജൻ യുവമോർച്ച എന്ന തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിനെ വിമർശിച്ചുകൊണ്ട് പലരും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വന്ന ഒരു കമന്റിന് മറുപടിയായാണ് മുസ്ലിങ്ങളുടെ ആരാധനയെ പരിഹസിച്ചുകൊണ്ട് ഇയാൾ ഫോട്ടോ കമന്റ് ഇട്ടത്. ഫഹാഹിയിൽ പ്രവർത്തിക്കുന്ന മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ. ഫേസ്ബുക്കിൽ ഇയാൾ നടത്തിയ പരാമർശത്തെ തുടർന്ന് നിരവധി പേർ ഇയാൾക്കെതിരെ സ്ഥാപന ഉടമയ്ക്ക് പരാതി അറിയിച്ചതോടെ ഉടമ സ്പോൺസറെ അറിയിക്കുകയും പോലീസിൽ വിവരം കൈമാറുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഇതേ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 2 വർഷമായി ഇതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇയാൾ നേരത്തെ നാട്ടിൽ യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ ദമാമിൽ ജോലി ചെയ്യുന്ന കുന്താപൂരിൽ നിന്നുള്ള ഒരാൾ ഫേസ്ബുക്കിൽ മതനിന്ദയും പ്രകോപനപരവുമായ പോസ്റ്റ് അപ്ലോഡ് ചെയ്തതിനെ തുടർന്ന് അതോടൊപ്പം തന്നെ സൗദി അറേബ്യയിലെ ദമാമിൽ ജോലി ചെയ്യുന്ന കുന്താപൂരിൽ നിന്നുള്ള ഒരാൾ ഫേസ്ബുക്കിൽ മതനിന്ദയും പ്രകോപനപരവുമായ പോസ്റ്റ് അപ്ലോഡ് ചെയ്തതിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ദമാമിലെ ഒരു കമ്പനിയുടെ എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന കുന്താപൂരിൽ നിന്നുള്ള ഹരീഷ് ബംഗേരെ ഡിസംബർ 21 ശനിയാഴ്ച ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കുള്ള പുണ്യ സൈറ്റായ മക്കയിലെ കഅബയെക്കുറിച്ച് ഒരു മതനിന്ദ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുകയുണ്ടായി. പോസ്റ്റിന് 100 കണക്കിന് അഭിപ്രായങ്ങളും ഷെയറുകളും ലഭിച്ചിരുന്നു. പലരും ഹരീഷിനെ വിമർശിച്ചും മുന്നോട്ടെത്തിയിരുന്നു. ഈ പോസ്റ്റ് സൗദി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഫേസ്ബുക്കിൽ വൈറലാകുന്ന പോസ്റ്റുകൾ പ്രകാരം പരാതി നൽകി 1 മണിക്കൂറിനുള്ളിൽ തന്നെ ദമാമിലെ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.